ഈ രമേശിന്റെ ഏറ്റവും നല്ല കളരി സലീം കുമാറിന്റെ കളരി തന്നെയായിരുന്നു അല്ലേ? സ്റ്റാലിയൻസ് എന്നല്ലേ അതിന്റെ പേര്? സ്റ്റാലിയൻസ് അല്ലേ? അതെ അതെ. ഈ അവിടെ ഈ മാനേജരായിട്ട് ഇങ്ങനെ നമ്മൾ കോർഡിനേറ്റർ വണ്ടി റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വേദിയിലേക്ക് തള്ളിക്കയറാൻ പറ്റിയത്? ഞാൻ 3 വർഷം അദ്ദേഹത്തിന്റെ ട്രൂപ്പിലുണ്ടായിരുന്നു. വേദിയിൽ അതിന് മുമ്പ് കയറുന്നു. നല്ല കാലമായിരുന്നു അല്ലേ അത്? നല്ല രസമായിരുന്നു. അപ്പൊ എക്സ്പീരിയൻസിലേക്ക് വന്നാൽ അല്ല, എക്സ്പീരിയൻസ് അല്ല, ഇപ്പൊ ഒരു അനുഭവം ആ സമയത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ എല്ലാം പലയിടത്ത് പറഞ്ഞു പോയി. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, കുഴപ്പമുണ്ട്. മച്ചാമർഗീസ് ചേട്ടൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ നാട്ടിലൊരു സ്റ്റേജ് പണിത് കൊടുത്തു. ഇതൊരു ഞാൻ ഭാഗവാക്കായ കഥയല്ല, ഞാൻ കണ്ടുനിന്ന കഥ മാളച്ചേട്ടന്റെ കഥയാണ്. അപ്പോൾ മച്ചാമറീസ് ചേട്ടൻ സ്റ്റേജ് പണിത് കൊടുത്തിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളുടെ പരിപാടി വെച്ചു. അന്ന് തിലകൻ ചേട്ടനുണ്ട്, മാളച്ചേട്ടനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. തിലകൻ ചേട്ടനാണ് പ്രസംഗിക്കാൻ വന്നത്. അപ്പോൾ ഈ വിലക്ക് പ്രശ്നങ്ങളൊക്കെ നല്ലോണം നിൽക്കുന്ന സമയം, നമ്മളൊക്കെ ട്രൂപ്പിൽ കളിക്കുന്ന ആൾക്കാരാണ്, ഇവരൊക്കെ വലിയ നടന്മാരാണ്. ഞങ്ങൾ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുമ്പം തിലകൻ ചേട്ടൻ വന്ന് പ്രസംഗം ആരംഭിച്ചിട്ട്, ഒരു കലാകാരൻ 50 വർഷമായി എന്നെ വിലക്കി, എൻ്റെ കുടുംബം നാളെ പട്ടിണിയായാൽ ആര് ചെലവിന് തരും? ഈ സംഘടനകൾ ചെലവിന് തരുമോ? നിങ്ങൾ പറയണം, അഭിനയിക്കാനുള്ള എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞ് തിലകൻ ചേട്ടന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു ഉത്സവ പറമ്പ് മുഴുവൻ ഉറുമ്പ് കടിച്ചാൽ കരയുന്നുള്ള അവസ്ഥയിലായി. കാരണം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ലെവല് മോഡുലേഷനിൽ തിലകൻ ചേട്ടൻ, എനിക്ക് നിങ്ങളാണ് ശക്തി, നിങ്ങൾ മാത്രം മതി എൻ്റെ കൂടെ, വേറൊരു സംഘടനയെയും എനിക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് തിലകൻ ചേട്ടൻ പ്രസംഗിച്ചിട്ട് തിലകൻ ചേട്ടൻ പോയിരുന്നു. എന്റെ മനസ്സിൽ ഇത് കഴിഞ്ഞ് ഇനി നമ്മളെങ്ങനെ കോമഡി കളിച്ച് കയറ്റും? വലിയ പാടാണ്. ആൾക്കാർ മുഴുവൻ ഇമോഷണലായിട്ടൊരു പ്രത്യേക ബുദ്ധിയിലിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പം അടുത്തതായി 2 വാക്ക് പറയുന്നതിന് വേണ്ടി മാള അരവിന്ദൻ ക്ഷണിക്കുന്നു. മാളച്ചേട്ടൻ വന്നു. ഇവിടെ ഇപ്പോൾ തിലകൻ ചേട്ടൻ കുറെ വിലക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സംഘടനകളൊക്കെ വരുന്നതിന് മുമ്പ് എനിക്കും കിട്ടിയൊരു വിലക്ക്, ഒരു കുപ്പി അയോഡക്സ് മേടിച്ച് വരട്ടിയപ്പോൾ എന്റെ വിലക്ക് മാറി എന്നൊരൊറ്റ പറച്ചിലും നാട്ടുകാരെല്ലാം കൂടെ ചിരിക്കലും അതിന്റെ സർവ്വ ഗൗരവവും ഒറ്റയടിക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കിടിലമായി. എന്തായാലും രമേശ്, നമുക്കിനി 1 കോടി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? അതെ. അപ്പോ നേരത്തെ വന്നപ്പോ 1 കോടി കിട്ടിയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടാ പോയത് എന്ന് തോന്നുന്നു. ഈ കിട്ടുന്നവൻ ഓർമ്മയില്ലെങ്കിലും കൊടുക്കുന്നവൻ ഓർമ്മ കാണും സാർ. സാർ, കാരണം ഞാൻ നോക്കിയപ്പോഴേ സാറിന് നന്നായി തന്നു എന്നാണ് സാർ എന്റെ ഓർമ്മ. കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ, താങ്ക് യു. ഇനിയാണ് കളി. മത്സരത്തിലോട്ട് ഇനി പൈസ അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ കളിയുള്ളൂ. പിന്നെ രമേശിനെ ഞാൻ അന്ന് ഓർമ്മിപ്പിച്ച കാര്യം ഒന്നുകൂടെ പറയുന്നു, ഇത് റിപ്പീറ്റ്. അതായത് ഈ മത്സരം 1 കോടിയിൽ അടിച്ചോണ്ട് പോയാൽ, അതായത് 1 കോടിയാണല്ലോ മത്സരം, ഈ 1 കോടി അടിച്ചോണ്ട് പോയാൽ ഈ മത്സരത്തിന്റെ സീസൺ 3 ഇവിടെ അവസാനിക്കും. ഞാൻ 1 കോടി കിട്ടിയാൽ അന്ന് ഈ സീസൺ 3 അവസാനിക്കും. പക്ഷേ ഇത് അവസാനിച്ചിട്ട് ആളുകളുടെ എന്റർടൈൻമെന്റ് ഇല്ലാതാക്കുന്ന അവസ്ഥയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് വേണ്ട, ഞാൻ തോറ്റു തരും. അയ്യോ, തോക്കാൻ പാടില്ല, തോക്കാൻ മനസ്സില്ല രമേശ് പിഷാരടി. ഞാൻ തോറ്റു തരും, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ രമേശ് പിഷാരടിയുടെ വിജയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ശരി, നോക്കാം നമുക്ക്. അപ്പൊ വളരെ ആലോചിച്ച് ആ ബുദ്ധി ഒഴിവോ മുഴുവൻ പുറത്തെടുക്കണം. തലച്ചോറിൽ കളിമണ്ണുണ്ടെന്ന് ആൾക്കാർ അറിയരുത്. പൊളിഞ്ഞാലും കുഴപ്പമില്ല. ഒരുപാട് പണം ഇങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമള കളയപരനാവൂ, വിജിമ്പ്രതനാവൂ. കുഴപ്പമില്ല, പണം വരുന്നത് സന്തോഷത്തിൽ കഞ്ചുകം വരും, പുളകിതനാവും. ഈ പുളകം കോരിക്കളയാൻ ഞാൻ 2 കപ്പ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. വീട്ടിൽ കയറിയ വിശ്വസിക്കുമോ? 1 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കൂ? കുറച്ച് മലയാളം പഠിച്ചു പോയല്ലോ. ഭാര്യ മലയാളം പഠിച്ചു, തിരിച്ചറിയിക്കാൻ പറ്റത്തില്ല. ഈ രമേശ്, ഞാൻ ഓർത്തു, ഈ രമേശ് അവർക്ക് മലയാളം കുറച്ചറിയുമ്പം ഒരുപാട് സർപ്രൈസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. പ്രസവിച്ച് കിടപ്പിക്കുമ്പോഴും ഒരു സർപ്രൈസ് കൊണ്ടുപോയി അല്ലേ? എന്തായിരുന്നു? അല്ല, അതെനിക്ക് 2 നിമിഷങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഭാര്യ പ്രസവിക്കുമ്പോൾ ഞാൻ ഇന്തോനേഷ്യയിലാണ്. ഇത് ഞാൻ അവിടെ ചെല്ലുക. ഞാൻ അവിടെ ഇന്തോനേഷ്യയിൽ ചെന്നിട്ട് തിരിച്ച് സിംഗപ്പൂർ എയർപോർട്ട് വന്നിട്ട് സിംഗപ്പൂർ എയർപോർട്ടിലെ ഫ്രീ വൈഫൈ കിട്ടിയപ്പം കണക്ട് ചെയ്തിട്ടാണ് മെയിൽ തുറന്ന് കൊച്ചിന്റെ ഫോട്ടോ ആദ്യം കാണുന്നത്. അപ്പൊ പൂനെക്ക് അന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഇവള് പൂനെയിലാണ് പ്രസവിച്ച് കിടക്കുന്നത്. ബോംബെയിൽ ഇറങ്ങിയിട്ട് 4 മണിക്കൂർ ബസ്സിന് പോകണം പൂനെക്ക്. അപ്പൊ ഞാൻ നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ എത്തി. അടുത്ത ബോംബെ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെയിൽ ഇറങ്ങി ബസ്സിന് 4 മണിക്കൂർ പോയി അവളുടെ വീട്ടിലെത്തിയിട്ട്, അപ്പൊ ഇവൾക്ക് നല്ല കണ്ണടയുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അത്യാവശ്യം പവറുള്ള കണ്ണടയാണ്. അപ്പൊ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ഡോറ് തുറന്നപ്പോൾ ഇവളുടെ അമ്മ ഒച്ചയിടുന്ന ഞാൻ കൈകൊണ്ട് മിണ്ടരുതെന്ന് കാണിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ഇവള് പ്രസവിച്ച് കിടക്കണ മുറിയുടെ വാതികിച്ച് ഇങ്ങനെ നിന്ന് ഇവളൊന്ന് ഇങ്ങനെ നോക്കിയിട്ട്, അമ്മേ ആരോ വന്നിരിക്കുന്നു. കണ്ണട വെച്ചിട്ടില്ലായിരുന്നു, പൊളിഞ്ഞു പോയി. പക്ഷേ എനിക്കത് പ്രശ്നമായിട്ട് ഞാൻ പിന്നെ ലാസിക് ലേസർ ചെയ്തിട്ട് കണ്ണട നമുക്ക് മാറ്റാന്നൊരു തീരുമാനം ഉണ്ടായി. ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഇവളെ ഈ ലാസിക് ലേസർ ചെയ്യാനായിട്ട് കിടന്നിട്ട് ഓപ്പറേഷൻ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇവള് ഇന്നോളം ഇല്ലാത്തൊരു നോട്ടം എന്റെ മുഖത്തോട്ട് നോക്കി. എന്താന്ന് ചോദിച്ചു. ഇവള് പറഞ്ഞു, എങ്ങാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണടച്ച് പോയാൽ
കണ്ണ് അടിച്ചു പോയാൽ ഒരു ഫോട്ടോ പോലെ ഒരെണ്ണം എടുത്ത് വെക്കാൻ വേണ്ടി ആ നോട്ടത്തിനാ വ്യത്യാസം. അപ്പൊ എനിക്ക് തോന്നിയത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ LED എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. ആ ചുമല വെനിയിട്ട് നിൽക്കുന്ന കണ്ടോ നിങ്ങള്? അത് എന്റെ ആദ്യത്തെ പരിപാടി 99 സെപ്റ്റംബറിലെ ഓണ പരിപാടിയാണ്. സലാം സലീം എന്ന് പറഞ്ഞ വലതുവശത്തിരിക്കുന്നത്. ഈ മുഖം ഇങ്ങനെ വക്രിച്ച് നാട്ടുകാരെ വരട്ടാൻ പറ്റുമെന്ന് അന്ന് തെളിയിച്ചു കളഞ്ഞല്ലേ? അന്ന് തെളിയിച്ചു. 99 സെപ്റ്റംബറിലെ പരിപാടിയാണ് ഇത്. 2003 ആലുവയിൽ നടന്നൊരു ഷോയാണ് ഈ റെഡ് ബനിയനിട്ടിരിക്കുന്നത്. അത് CD ഇറങ്ങിയത്. സലീം എന്തോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഈ മുഖം കാണാൻ വയ്യാന്നുള്ളതല്ല. അല്ല, അന്ന് മൊബൈലോ സാധനങ്ങളോ ഒന്നുമില്ല. എന്റെ വീട്ടിൽ കേബിളും ഇല്ല. ഇത് വരുമ്പോ കേബിളില്ല ഇല്ല. പിന്നെ അത് അന്ന് എന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് VHS കാസറ്റിൽ റെക്കോർഡ് ചെയ്യിച്ചിട്ട് ഒരു TV സ്ക്രീനിന്റെ ഫോട്ടോ ഞാൻ പിന്നീട് എടുത്തതാണത്. അതിന്റെ വീഡിയോ ഒന്നും ഇപ്പൊ ഇല്ല. അതെല്ലാം പോയി. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കോ സാറിന് രമേശ്? എല്ലാം. ആണോ? ഈ അവതരിപ്പിച്ചൊക്കെ കയ്യിലുണ്ടോ? അപ്പൊ കുറെ ഉണ്ട്. പിന്നെ എന്റെ ഒരു 10-100 അവതരിപ്പിച്ചതിന് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലല്ലോ. കുറെ ഉണ്ട്. അത് കുഴപ്പമില്ല, രമേശ് അല്ലേ അവതരിപ്പിച്ചു. 200-250 ഓഡിയോ കാസറ്റുകളുണ്ട്. ടേപ്പ് വർക്ക് ചെയ്യുന്ന ടേപ്പ് റെക്കോർഡർ ഉണ്ട്. കുറെ അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തോ പരിപാടി, ഇതുകൊണ്ട് എന്തോ ചെയ്യാം വെറുതെ അതൊരു ഓർമ്മയാ. അതിനുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മേടിച്ച ഒരു പട്ടിയുടെ പ്രതിമയുണ്ട് എന്റെ കയ്യിൽ. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പട്ടി, കളിപ്പാട്ടം സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ പിഷാരടി വളരെ ലളിതമായ ജീവിതമാണെന്നൊക്കെ പറഞ്ഞൊരു പെരുവർഷം കേട്ടിട്ടുണ്ട്. വളരെ ലളിതമാണ്. അതുപോലെ വില കുറച്ച ഉടുപ്പുകളെ ഉപയോഗിക്കൂ. നേരാണോ? അതൊക്കെ ഉണ്ടെന്നേ. അതെന്താ പറയാ, 2 രീതിയിലാണ്. ഒരു സാധനം നമുക്ക് വേണോ, മറ്റൊന്ന് നമുക്കുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കണം. പലരും പല സാധനവും മേടിക്കുന്നത് ഇത് എനിക്ക് ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കണം. ബുക്ക് മേടിക്കുന്നത്, ഇത് മേടിക്കുന്നത്, ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ളൂ. ഞാൻ കൃത്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം മേടിക്കുള്ളൂ. അല്ലാതെ വലിയ മനോജ് ജയന്റെ കൂടെ പോയിട്ട് ഒരു ഉടുപ്പടിച്ചു മാറ്റിയത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതെയാ. ഉണ്ട്. അത് ഒറിജിനൽ സംഭവിച്ചത്. അത് അമേരിക്ക വെച്ച് സംഭവിച്ചത്. മനോജ് കെ ജയൻ അത് പറയണോ? ഞാന് പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയില് മനോജ് കെ ജയന്റെ കൂട്ടത്തിൽ ഒരു ഷോയ്ക്ക് പോയി. അപ്പോ മനോജ് കെ ജയൻ ചേട്ടൻ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന് നല്ല പേയ്മെന്റ്, കോസ്റ്റ്യൂം ഒക്കെ സൂപ്പർ ആയിട്ട്, നല്ല സാധനങ്ങളൊക്കെ ഇടുള്ളൂ. ചില ആന ഇങ്ങനെ ഷർട്ടൊക്കെ ചില ഷർട്ടൊക്കെ ഇട്ട് വരും. അപ്പം ഒരു തെച്ചിക്കൊട്ടുക രാമേന്ദ്രന്റെ സ്റ്റൈലിലാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു മാളിൽ പോകുമ്പോ എന്നോട് വരുന്നോടാന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ചെറുകിട മാളിൽ പോയി. ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുന്ന മാള്. പുള്ളി ചെന്നത് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളും നല്ല സാധനങ്ങളൊക്കെ ഉള്ളൊരു മാളിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു. എനിക്കൊന്നും മേടിക്കാൻ പറ്റിയല്ല, നല്ല വിലയുണ്ട്. അപ്പൊ അവിടെ ഒരു കടയിൽ ചെന്നപ്പം അവിടെ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം എടുത്താൽ രണ്ടാമത്തേന് പകുതി വില. കൂടിയ സാധനമാണോ അതിന്റെ മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പൊ അദ്ദേഹം ഒരു നല്ല ചുറ്റും നടന്നിട്ട് ഒരു ടീഷർട്ട് നോക്കിയിട്ട് അതെടുത്തിട്ട് അത് മേടിച്ചു. അപ്പൊ അതിനൊരു $100 എന്ന് വെച്ചു. അപ്പൊ രണ്ടാമത്തേന് 50 കൊടുത്താൽ മതി. പക്ഷെ രണ്ടാമത്തേത് ഒന്നും അവിടെ നല്ലതില്ല. അപ്പൊ അദ്ദേഹം എന്നോട് സ്നേഹത്തോട് പറഞ്ഞു, എടാ എനിക്കിനി വേണ്ട, നീ ഒരെണ്ണം കൂടെ മേടിച്ചാല് എന്റെ പകുതി പൈസ കൊടുത്താൽ മതി, നീ വേണ്ട ഒരെണ്ണം മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി പുള്ളി മേടിച്ചത് തന്നെ $50 മേടിച്ചു. അത് തന്നെ മുഖമൊക്കെ മാറിയില്ല. പിന്നെ എന്നോട് അത് അങ്ങനെ ചെയ്യരുതായിരുന്നു നീ. കാരണം പുള്ളി 100 മേടിച്ച് അതേ ടീഷർട്ട് 50 മേടിച്ച് പുള്ളിയുടെ കൂടെ ഞാൻ നടക്കുക. വേറെ എത്ര ടീഷർട്ട് ഉണ്ടായിരുന്നല്ലോ, നീ അത് തന്നെ മേടിച്ച് എന്തിനാന്നൊക്കെ ചോദിച്ചു പുള്ളി. എനിക്കോ നിങ്ങൾ ഈ അമ്മയുടെ യോഗത്തിലൊക്കെ ഒരേ ഡ്രസ് ഇട്ടു അതാ പറഞ്ഞ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ മീറ്റിംഗ് വന്നപ്പോ രാവിലെ എന്നെ വിളിച്ചിട്ടാ നീ ആ ടീഷർട്ട് ഇട്ടോ? ഞാൻ ഇല്ല, അതൊന്നും ഇട്ടോണ്ട് വരരുതട്ടോ, ഞാൻ ഇന്ന് അത് ഇട്ടോണ്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഓരോ സ്ഥലത്ത് വരും ഇതൊരു പ്രശ്നമായിരിക്കും അല്ലേ, വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇട്ടോണ്ട് വരരുത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ് വളരെ ഹിറ്റായ കഥയാട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് സംഭവിച്ചാണല്ലോ. മനോജ് കെ ജയന് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഒന്നുമില്ല. കോപ്പിറൈറ്റ് ഇല്ല സംഭവം. മനോജ് കെ ജയൻ കോപ്പിറൈറ്റ് കൊടുത്ത് നിങ്ങൾ കേസ് കൊടുത്താൽ അല്ലെന്നേ ഇത് കേട്ട നാട്ടുകാര് ഇവൻ ഈ കഥ തന്നെയുള്ള പറയണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നാട്ടുകാർക്കും ഇല്ല പ്രശ്നം, അവർക്ക് വിഷയമൊന്നുമില്ല. എന്നാലും മക്കളുടെ പേര് പറഞ്ഞ് വ്യക്തമായില്ല, അവര് വിചാരിക്കില്ല അവരുടെ കാര്യം പറഞ്ഞു. വീരൻ ധീരൻ എന്ന് വീട്ടിൽ വിളിക്കും. പൗർണമി, ഗോവർദ്ധൻ, ഗിരിധർ. ഇത്രയും ലളിതമായി ജീവിക്കുന്ന ഒരു പിതാവിന്റെ പേരുകളാണോ ഇതൊക്കെ? പൗർണമി നല്ല പേര്. ഞാൻ നോക്കിയപ്പോഴേ പെൺകുട്ടികളുടെ പേര് A എന്നുള്ള അക്ഷരത്തിൽ തീരുന്നതാണ് 80%. ആണോ? ഷീല, ശാരദ, റോമ, ഭാവ, നവ്യ, കാവ്യ, ഭാവന. ഭാര്യയുടെ പേരെന്താ? ഉഷ. എയിലല്ലേ തീർന്നേ? ഇതാണ് എന്റെ ഭാര്യ സൗമ്യ. എയില ഭൂരിപക്ഷം 80%. ആമ്പിള്ളേരെ കുറെ നോക്കിയപ്പോ എല്ലാവരുടെ മലയാളത്തിൽ എഴുതുമ്പോ ചന്ദ്രകല തീരുന്നു ഈയിടെയായിട്ട്. യശ്യപ്പ്, കശ്യപ്പ്, ഉപ്പിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്നൊരു വെറൈറ്റി വേണമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ കുഞ്ഞ് ജനിച്ചപ്പോ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അപ്പൊ നേഴ്സ് കൊച്ചിനെ കൊടുത്തപ്പം ബെച്ചി പീലി ഹേ എന്ന് പറഞ്ഞു. മഞ്ഞയ്ക്ക് പീലി എന്നാണല്ലോ പറയണേ. നല്ല പേര് പീലി. അപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് പീലി എന്ന് പേരിട്ടു. വീട്ടിൽ വിളിക്കുന്നത് പീലി എന്നാണ്. പൗർണമി എന്നാണ് അവളുടെ പേര്. പൗർണമി കഴിഞ്ഞിട്ട് അടുത്തത് പീലി കഴിഞ്ഞിട്ട് ഞാൻ പീലിയുടെ മേളിലുള്ളത് മൗലി. മൗലിയിൽ മയിൽപ്പീലി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ അടുത്ത ആണുണ്ടായപ്പോ അവന് മൗലി എന്ന് പേരിടാൻ തീരുമാനിച്ചു. പക്ഷെ ഈ ഭാര്യയൊക്കെ വളരുന്ന പൂനെയില് അവിടെ വരുന്ന പാക്കറ്റ് പാലിന്റെ പേരാ മൗലി. മൗലി മിൽക്ക്. ഇവള് പറഞ്ഞ് പാക്കറ്റ് പാലിന്റെ പേര് കൊച്ചിനിടാൻ പറ്റിയില്ല, അങ്ങനെ മൗലിന്ന് ഇടരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് ഞാൻ
ഗിരിധർ എന്ന് പേരിട്ടു. ഗിരിധർ അത് കൊച്ചിയിലെ ഒരു കണ്ണാശുപത്രി അല്ലേ? അല്ല, ഗോവർദ്ധൻ എന്ന് പേരിട്ടു. എനിക്കിപ്പോ ഒന്നാമത്തവന്റെയും രണ്ടാമത്തവന്റെയും പേര് മാറിയിരിക്കുമോ എന്ന് വീട്ടിൽ പോയ അങ്ങനെ ഗോവർദ്ധൻ എന്ന് പേരിട്ടു അവന്. ഗോവർദ്ധൻ എന്ന് രണ്ടാമത്തവനെ പേരിട്ടു. അപ്പൊ ഗോവർദ്ധൻ മല, ഗോവർദ്ധന അവൻ വീരൻ. ഗോവർദ്ധന മല ഉയർത്തി നിന്നത് കൃഷ്ണൻ, അതിന്റെ താഴെ ഗിരിധർ, ഗിരിയെ ധരിച്ചവൻ. അങ്ങനെ വൈറ്റ് ഓർഡറിൽ ഇത് കിടക്കുന്നത്. ഗിരിധർ, ഗോവർദ്ധൻ, അതിന്റെ മേളിൽ പീലി. വിഷാരടിയെ കുറിച്ച് പിതാവ് എന്നുള്ളതിൽ വലിയ ബഹുമാനാ കുട്ടികൾക്ക്. ഒരു സംശയം വിഷാരടിക്ക് വരുന്നെങ്കിൽ LED ഒന്ന് നോക്കിക്കോളൂ. ആ സീനല്ല, പടം മൊത്തം തന്നെ ഇഷ്ടപ്പെട്ടില്ല. ദേശം പ്ലേറ്റ് പൊട്ടിക്കൽ ഇതൊക്കെ അല്ലേ, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛന്റെ പടമല്ലേ? അച്ഛന്റെ പടമാണ്. പക്ഷെ എന്തെങ്കിലും നല്ലതായിട്ട് ആയിക്കൂടായിരുന്നോ? ഞാൻ കണ്ണടിച്ചിരുന്നു. കണ്ടു, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെച്ചാ കോമഡി പടങ്ങൾ ഇഷ്ടം. ഇതിലൊരു തരി കോമഡി ഇല്ല, ഫുൾ സീരിയസ്നെസ്. നോ വേ ഔട്ട് പിഷാരടി. ആ പ്രൊമോഷനാണ് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. നോ വേ ഔട്ട്. ഇവള് ഒട്ടും കോമഡി ഇല്ലെന്ന് പറഞ്ഞു. അല്ലാതെ ഇത് ഭയങ്കര അതെ. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഇത് ഇവിടെയെങ്കിലും ഇതൊന്ന് ക്ലിയർ ചെയ്യണോ? അതായത് നോ വേ ഔട്ട് എന്ന് പറയുന്ന പടത്തില് ഒരാള് തൂങ്ങിച്ചാവാൻ വേണ്ടി കഴുത്തെ കുരുക്കിട്ട് ചാടിയ ശേഷം മുറുകയും ചെയ്തു, മരിച്ചുമില്ല. അങ്ങനെ കുറെ സമയം കിടക്കുന്ന ഒരു പടമാണ്. അതൊരു ഉഗ്രൻ സിനിമയാണ്. നിതിൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പൊ ഞാനത് 10-18 ദിവസം കയറെ തൂങ്ങിയൊക്കെ അഭിനയിച്ച് എല്ലാം ചെയ്ത് ഇവളെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പൊ ഇവൾക്കൊന്നും ഒരു തരി വയലൻസ് പറ്റാത്ത ആളാ. ഞാൻ ചെറുപ്പം തൊട്ട് ഈ 3 പിള്ളേർക്കും കളിപ്പാട്ടമായിട്ട് തോക്ക് മേടിച്ചു കൊടുക്കാത്ത ആളാ. തോക്ക് ഒരു കളിപ്പാട്ടമായിട്ട് മേടിച്ചു കൊടുത്തിട്ടില്ല. ഇല്ല, എനിക്ക് മേടിച്ചു തന്നില്ല. എനിക്ക് ഓർമ്മയില്ല. ഇവർ കളിക്കാട്ട് മേടിച്ചു കൊടുക്കൂല. പിന്നെ ഈ വീഡിയോ ഗെയിമുകളുണ്ടല്ലോ, ആൾക്കാരെ കൊന്നു മുന്നോട്ട് പോകുന്നേ, അത് കളിപ്പിക്കത്തില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇവർക്ക് പൊതുവെ വയലൻസ് വലിയ പേടിയാ. ഇവള് കണ്ണടച്ചിരുന്ന കണ്ടത്. ഇവക്ക് ഈ 2 മണിക്കൂർ പടത്തിൽ ഞാൻ കഴുത്തെ തൂങ്ങുന്നതും എന്റെ മേത്ത് 8 കാലി കയറുന്നതും ഞാൻ ശ്വാസം കിട്ടാതെ പാടുകൊണ്ടെന്നും ഒക്കെ കൂടെ കണ്ടിട്ടാണ് ഇവള് പുറത്തിറങ്ങിയിട്ട് എറിഞ്ഞ പൊട്ടിക്കലും അതും ഇതൊക്കെ അല്ലേ, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. അയ്യോ, അതിന്റെ ഇത് വലിയ ട്രോളായി. രമേഷ് പിഷാരടി തിരിച്ചറിഞ്ഞ മകൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെന്താ വെച്ചാൽ ഈ ട്രോളുകൾ നമുക്ക് ആൾക്കാർ അയച്ചു തരുമല്ലോ. ഇവളുടെ സ്കൂളിൽ പോയപ്പോ പുറത്ത് ഫ്ലാറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ ഇവക്ക് ഇത് എന്തോ പറഞ്ഞതൊരു വലിയ അബദ്ധമാണ് ഞാൻ പറഞ്ഞെന്നുള്ള പോലെ വീട്ടിലൊരു ചെറിയ മൗനിയായിട്ടിരിക്കലും, അച്ഛാ ഞാനെന്നാ അങ്ങനെ പറഞ്ഞത്, എനിക്കത് ശരിക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളന്മാർക്കും ഇതറിയില്ല. ഇതിനൊരു ട്രോമ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ബോധ്യമില്ലല്ലോ. അങ്ങനെ ഒന്ന് വിഷമിച്ചു പോയി ഇവള് ആ സമയത്ത്. സങ്കടം. എങ്ങനെ സമാധാനിപ്പിച്ചു? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായമല്ലേ നീ പറഞ്ഞു, നിന്റെ അഭിപ്രായം നീ പറഞ്ഞു, അതേ പറയാവുള്ളൂ, അതിലൊന്നും മാറ്റി പറയണ്ട. ഇവൾക്കത് ഞാൻ അവളുടെ അച്ഛനായോണ്ട് ഇഷ്ടപ്പെടാണ്ട് പോയതാണ്, അച്ഛൻ പാടുപെടുന്നോണ്ട് പോയതാ. പക്ഷേ രമേശിന്റെ മകനെ ഈ പടം തന്നെ കൊള്ളാന്ന് പറഞ്ഞു പറയുന്നു. അവൻ വീരൻ പറയിച്ചാണോ? അവൻ വീരൻ പറഞ്ഞു പറയിച്ചല്ലോ. പറഞ്ഞു പറയിച്ചൊന്നുമില്ല, അന്ന് തന്നെ വിശ്വാസമല്ലേ? ഒന്നുമില്ല, 131K ഒന്നും എന്താ പറഞ്ഞത്. അവൻ വീരനാ, അവൻ ഇച്ചിരി ഇടിയും പിടിയും ബഹളമൊക്കെ ഉള്ള പാർട്ടിക്കാരാ. അവനത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ രമേശ് ആ തൂങ്ങി നിൽക്കാൻ പോകുന്ന ആ രംഗം ഉണ്ടല്ലോ, അത് ഇവിടെ ഞാൻ ഒന്ന് ദൃശ്യം കണ്ടു. രമേശിന് ഒരു അബദ്ധം പറ്റുന്ന എനിക്ക് തോന്നുന്നു. കാര്യം എന്താ അറിയോ, സാധാരണ അഡ്ജസ്റ്റ്മെന്റ് കുരുക്കല്ലേ ഇടുന്നേ, ഇത് ഒറിജിനൽ കുരുക്കെടുത്തിട്ടോ? ഒരു കുരുക്കുണ്ട്. ഞാനൊരു 2 സെക്കൻഡ് ചെയ്തത് ഭയങ്കര മണ്ടത്തരമൊക്കെ ആണേലും ഒരു ഷോട്ട് ആവശ്യത്തിന് 2 സെക്കൻഡ് ഫുൾ സെറ്റപ്പ്, ചുറ്റും ആള് നിൽക്കുന്നുണ്ട്, എന്നാലും ഒന്ന് പിടിച്ചിട്ടുണ്ടത്. കാരണം അത് നല്ലോണം, ഞാൻ ഇത്രയും ഫിസിക്കൽ അധ്വാനിച്ച ഒരു പടം വേറെ ഇല്ല. ഒരുപാട് പണിയെടുത്ത് ചെയ്തിട്ടുള്ള പടമാണ്. ഇപ്പൊ രമേശ്, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാൻ സമയമാവുന്നു. ഈ പടങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടോ? ഒരുപാടില്ല, ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ജീവിച്ചു പോവാം. വരുമാനം കൂടിയോ അതുകൊണ്ട് വലിയ പണം കൂടി അഹങ്കരിക്കുമെന്നൊക്കെ അല്ലേ ആള് പറയുന്നു? ഓ ഇല്ല, പണം കൂടി അഹങ്കരിക്കാനൊന്നുമില്ല. ഇല്ല, പണം കൂടിയാ നമ്മള് ബാങ്കിൽ ഇടുമല്ലേ? എന്താ കുട്ടേട്ടാ? രമേഷ് പിഷാരടി, ഒരു കാര്യം കൂടി കുട്ടേട്ടന് ചോദിക്കാനുണ്ട്. കുട്ടേട്ടൻ ചോദിക്കും. കുട്ടേട്ടാ, താങ്കൾക്ക് തലമുറിയൻ ഗോപി എന്ന ഒരു സ്നേഹിതനുണ്ടോ? അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള 1-2 പ്രശ്നങ്ങളുണ്ടല്ലോ. അതാരാ അത്? ആ പാർട്ടി എന്റെ പണ്ട് തൊട്ടുള്ള TV പരിപാടി കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്നും പറഞ്ഞ് വന്നിട്ട് ഈ പറഞ്ഞ കഥകൾ എന്നെ കൊണ്ട് പറയിക്കട്ടെ. ഇതിന്റെ ഉത്തരവാദിത്തം പ്രേക്ഷകരെ എനിക്കില്ല. കേട്ടവരാണെങ്കിൽ തുടക്കത്തിലെ മാറിക്കോ. ഞാൻ ചോദിച്ചിരിക്കാൻ പറയാം. ഇത് നാട്ടിലെ അമ്പല കമ്മിറ്റി ഉണ്ടല്ലോ, അമ്പല കമ്മിറ്റിയില് ഉത്സവം ആകുമ്പോ പിരിവിന് പോകും. അപ്പം ഒരു വലിയ ആള് 4 ചെറിയ ആൾക്കാരൊക്കെ കൂടെ ഒരു ഏരിയ അങ്ങോട്ട് കവർ ചെയ്യും, വേറൊരാൾ ഇങ്ങോട്ട് കവർ ചെയ്യും. ഇങ്ങനെ കവർ ചെയ്യുന്ന പോക്കുണ്ട്. എല്ലാ വീട്ടിൽ നിന്നും 10 രൂപ 20 രൂപ വെച്ചായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഞാനൊരു മേജർ സംഘത്തിന്റെ കൂട്ടത്തിലാണ്. ഈ മേജർ സംഘം ഒരു വീട്ടിൽ ചെന്നാൽ കൊളിമാ ഇരിക്കുമെന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്ന് ഉത്സവമാണ്, നോട്ടീസ് ജസ്റ്റ് കൊടുക്കുക. 1000, 1500, 2000 കേസുകളാണ്. അപ്പോൾ വൈകുന്നേരം തിരിച്ച് അമ്പലത്തിൽ വന്ന് കണക്കെടുക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ സംഘം ഒരു 10,000 രൂപ പിരിക്കും. അത്
ആ ലെവലിലുള്ള ആൾക്കാരെ കാണുന്നതുകൊണ്ടാണ് മറ്റവരൊരു 5-4 ആയിരിക്കും കൊണ്ടുവരുന്നത്. ഈ ഞങ്ങളുടെ സംഘത്തിന്റെ ലീഡർ ഒരു ഗോപിച്ചേട്ടനുണ്ട്. ഗോപി എന്ന് പറയുന്ന ആള് അമ്പലത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു അമ്പലജീവിയാണ്. പിരിവിന് പോകുമ്പോൾ തന്നെ ഷർട്ട് ഇടുകയല്ല, ഒരു കസവ് വേഷ്ടി സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നീട് പുള്ളിക്ക് തലമുറിയും ഗോപി എന്ന് പേര് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അധികാരം എല്ലായിടത്തും. അമ്പലം കമ്മിറ്റി ആയതുകൊണ്ട് ചെന്ന് കയറുകയൊക്കെ ചെയ്യാം. ഒരു വീട്ടുകാര് അവിടുന്ന് പോയി, മക്കള് വിദേശത്തേക്ക് പോയിട്ട് ഈ അച്ഛനെ അമ്മേനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തു. ഇത് വാടകയ്ക്ക് കൊടുത്ത വിവരം ഗോപിച്ചേട്ടൻ അറിഞ്ഞില്ല. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് പുറത്ത് നിന്നിട്ടും ഗോപിച്ചേട്ടൻ അധികാരത്തോടു കൂടി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അടുക്കള വരെ ചെന്ന്. അടുക്കളയിൽ ഒരു ചേച്ചി ദോശ ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഷർട്ട് ഇടാതെ ഒരാൾ അടുക്കള വരെ നിൽക്കുന്നു. ആ ദോശ വരത്തുന്ന സാധനം കൊണ്ട് നെറ്റിക്കിട്ടൊരു കോത്ത് കൊടുത്തു. ഇവിടെ ഒരു വീട്ടുപാടുമായിട്ട് വന്ന് പിറ്റേ ദിവസം പിരിവിന് പോയപ്പം ഒരു വീട്ടിൽ ഈ കോളിംബെല്ലിന് പകരം പുറത്തൊരു നല്ല മണി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് ആയിട്ടുണ്ട് മണി ഇങ്ങനെ അടിക്കാം. പക്ഷെ ഞാൻ അടിക്കുന്നതിന് മുമ്പ് ഇച്ചിരി പൊക്കക്കുറവുണ്ട് ഈ ഗോപിച്ചേട്ടന്. പുള്ളി ചാടി മണി അടിച്ചപ്പം ആ മണിയോടുകൂടി പറഞ്ഞ് നെറ്റിയിൽ വീണിട്ട് ഇവിടെ ഒരു മുറിവും കൂടെ വന്നു. അപ്പൊ നെറ്റിക്കൊരു വെട്ട്, ഇവിടെ ഒരു മണി, ഇതായിട്ട് ഉത്സവമായി. ഉത്സവമായ സമയത്ത് ഗോപി ട്രാഫിക് കൺട്രോൾ ഏറ്റെടുക്കും. എല്ലാം ഈ താലപ്പൊലി പെണ്ണുങ്ങൾ ഇങ്ങനെ കാവടി താലപ്പൊലിയൊക്കെ വരുമ്പോ ഫുൾ കൺട്രോൾ ഗോപിയ. ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ എണ്ണ വിതരണം, കാര്യങ്ങൾ, അത് ഇത് ട്രാഫിക് കൺട്രോൾ ചെയ്ത് 2 ബസ്സൊക്കെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഇനി ഉത്സവം കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ, അതുപോലെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഗോപി. അപ്പൊ പുള്ളി ഇങ്ങനെ തിരക്കിനിടയിൽ എല്ലാ പെണ്ണുങ്ങളുടെയും താലപ്പൊലിയിലെ വിളക്കിന്റെ തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കത്തുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ, ചെറിയ കോമഡി സാധനങ്ങൾ ഇട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞ് ഓടി നടക്കുന്നതിനിടയിൽ ഈ കാവടിക്കാർ വന്നിട്ട് ഈ വണ്ണമുള്ള പലക വെച്ചിട്ട് കാവടി, ഈ പൊക്കമുള്ള വലിയ കാവടി വെച്ചിട്ട് കറങ്ങും. ഒരു 5-6 കറക്കമാണ് ഇവര് കാവടിയെ കറക്കുള്ളൂ. പിന്നെ കാവടി ഇവരെയാ കറക്കുന്നത്. ഇവര് പിടിവിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക മേളത്തിനനുസരിച്ച്. പിടിവിട്ട് കറങ്ങുന്നതിന്റെ ഇടയിൽ കൂടെ ഈ ഗോപി പോകാൻ നോക്കിയപ്പോ ഈ വണ്ണമുള്ള ഒരു പലക ഈ സൈഡിട്ട് ഒരടിയും കൂടെ ഗോപിച്ചേട്ടന് കിട്ടി. ഇപ്പൊ എനിക്കിവിടെ അഭിനയിച്ച് കാണിക്കാൻ സ്ഥലമില്ല. തലക്കിട്ട് കിട്ടി ഉടനെ എന്തെങ്കിലും പറ്റിയോന്നൊന്ന് ചോദിച്ചേക്കണം കേട്ടോ. നല്ല മേളത്തിൽ ഗോപി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ല, എന്തെങ്കിലും പറ്റിയോ? അതുപോലെ ബോധം കെട്ട് വീണ് എല്ലാരും കൂടെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ ഒറ്റ ഉത്സവത്തിന് തലമുറിയൻ ഗോപി എന്ന് പേര് വന്നു. പക്ഷേ ചരിത്രമായി എങ്ങനെ അല്ലേ? ചരിത്രം അപകടങ്ങൾ തുരുതുരെ പറ്റും ഉത്സവത്തിന്. ഇതുപോലെ ഒരിടത്ത് പരിപാടിക്ക് പോയപ്പോ ഒരു പാടുന്ന പാട്ടുകാരനുണ്ട്. പാട്ടുകാരൻ ആ പാടി ഓടി വന്ന് സ്റ്റേജിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി കിടന്ന് പാടും. അപ്പൊ ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ചാടുന്ന ചാട്ടത്തിൽ 2 കാലും കൂടി ഇങ്ങനെ ഒരു അടിയും കൂടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ പിണച്ചൊരു അടിയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ചെറിയ കൈഡിയൊക്കെ കിട്ടും. ഫ്രണ്ടൊന്നും കണ്ടില്ല, ബാക്കിൽ കൂടെ സ്റ്റേജിൽ വന്നു. ലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുവാണല്ലോ, പുറം ഇരുട്ടത്ത് കാണുന്നുമില്ല. പാടി 6-6.5 അടി താഴ്ചയുണ്ട് ഈ സ്റ്റേജിന് ഓഡിയൻസുമായിട്ട്. ചാടി കാലടിച്ചിട്ട് എത്തേണ്ടടുത്തിട്ട് താഴെ എത്തിയില്ല. പിന്നെയും പോയി കാലങ്ങ മടങ്ങി അവിടെ ഇരുന്നു പോയി. പാട്ട് നിന്നു, കാലൊടിഞ്ഞെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ കമ്മിറ്റിക്കാർ പുള്ളിയുടെ കാലൊടിഞ്ഞു പറഞ്ഞൊരു മാരുതി ഒമിനി വാൻ ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടി റിവേഴ്സ് എടുത്ത് ഇങ്ങ് കൊണ്ടുവന്നു. അത് റിവേഴ്സ് വരുന്ന വഴി ഉത്സവം കാണാൻ വന്ന ഒരമ്മൂമ്മയുടെ കാലേ കൂടെ പിന്നെയും കയറ്റി, ആ അമ്മൂമ്മേനെയും കയറ്റി, ഇയാളെയും കയറ്റുന്ന തിരക്കിൽ ഒരാൾ ഡോർ ഒറ്റ അടി അടിച്ചിട്ട് ഒരാളുടെ 4 വിരലും കൂടെ അതിനിടെ വെച്ച് ഒരു അടി അടിച്ചിട്ട് എന്നാ നീയും കൂടെ കയറിക്കോ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് 3 പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതാണ് ഗോപിയാണ്, അതാണ് തലമുറ ഗോപി. എന്തായാലും അത് സൂപ്പർ കേസാ അല്ലേ? പിന്നീട് അല്ലേ കണ്ടിട്ടുണ്ടോ ഗോപിച്ചേട്ടനെ? ഇപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. ഇനിയിപ്പോ നമുക്ക് മത്സരത്തിലോട്ട് പോവാം. ഇനി കാരണം 1 കോടി രൂപയുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതല്ലേ? ആലുവ ദേശംകാരെ എല്ലാരും മാത്രമല്ല ഈ ആലുവ ദേശം എന്ന് പറഞ്ഞപ്പോഴാ അവിടെ ഒരു വലിയ നടനുണ്ട്. പിന്നെ ആരാത്? യവനിക ഗോപാലകൃഷ്ണൻ സാറുണ്ട്. യവനിക ഗോപാലകൃഷ്ണൻ സാർ അവിടെയാണോ? അദ്ദേഹത്തെ നമ്മൾ അന്വേഷിച്ചെന്ന് പറയണം. ലോഹിതദാസ് സാറിന്റെ വീടുണ്ടായിരുന്നില്ലേ അവിടെ? ലോഹിതദാസിന്റെ ഉണ്ടായിരുന്നു. പിന്നെ ദിലീപ് ദേശം, കവി വേണുവിദേശം ഉണ്ട്, ശ്രീ എൻ കെ ദേശം സാറുണ്ട്. ഈ ദേശാടനം സിനിമ എവിടെയാണ് എടുത്തത്? അല്ല, എല്ലാ ദേശവും അവിടെ ഇരിക്കട്ടെ. ഇവിടെ എത്ര ഓഫർ ചെയ്ത് ദേശക്കാർക്ക്? 50 ലക്ഷം കൊടുക്കൂ. 1 കോടി കിട്ടിയാൽ 50 ലക്ഷം കൊടുക്കൂ. 1 കോടി കിട്ടിയാൽ ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. ഉള്ളതാട്ട്. ഓക്കെ, അപ്പൊ 1 കോടി രൂപ താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ അവസരം ആദ്യത്തെ ചോദ്യത്തിനായിട്ട് മാറ്റിവെക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞെട്ടരുത്. ഇല്ല. ഓക്കെ, 10,000 രൂപയേ ഉള്ളൂ. മതിയല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ്: മീശ മാധവനെ ചേക്കിൽ പോസ്റ്റ്മാനായി ജോലി കിട്ടി. ആദ്യത്തെ ആഴ്ച തന്നെ ജോലി പോയി. കാരണം എന്താണ്? മീശ മാധവനെ ചേക്കിൽ പോസ്റ്റ്മാനായി ജോലി കിട്ടി. ആദ്യത്തെ ആഴ്ച തന്നെ അയാളുടെ ജോലി പോയി. കാരണം എന്താണ്? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. കാരണം ഈ മീശ മാധവനെ കിട്ടുന്ന സാധനങ്ങളൊന്നും ചേക്ക് വിട്ട് പുറത്തു പോകില്ല. അപ്പൊ പുള്ളി ആ കത്ത് ആ നാട്ടിൽ തന്നെ ഇടും, പുറത്തേക്ക് അയക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്.
ഓക്കെ സൂപ്പർ അല്ലേ? ഓക്കെ നിർഭാഗ്യം ഇനി മാധവൻ ഉണ്ടാവട്ടെ. എടുത്ത കത്തൊന്നും ചെക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വിടത്തില്ല. ആ. 10,000 രൂപ കൈ കിട്ടി. ആ. ഓക്കെ, ആ. മീശ മാധവനെ സ്മരിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക്. ഉറപ്പായിട്ടും 20,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. രമേഷ് സൂക്ഷിച്ച് ഉത്തരം പറയണം. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ്? കൊട. കൊടയായിരിക്കുമോ? കൊടയായിരിക്കുള്ളൂ. വേറെ എന്ത് മുകളിലോട്ട് പോകല്ലേ? ഇത് പഴയതാകുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ആ. പൊതുവിജ്ഞാനം വേണം. 1 കോടി വിത്ത് കോമഡി എന്ന് പറയുമ്പം ആ. അത് എനിക്ക് നല്ല പരിചയമുള്ള ഒരു പ്രദേശമാണ്. അവിടെ area കിടന്ന് അല്ലേ? ഞാൻ കുറെ റൗണ്ട് അടിച്ചിട്ടുള്ളതാ. ഉണ്ടല്ലേ? അതുകൊണ്ട് ഓക്കെ, ഇത് മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്ന കൊടയായിരിക്കും. ആ. കൊട കൊട. ആ. മഴ മഴ. കുട കുട. ഉത്തരം ശരിയാണ്. പിന്നെ ഓക്കെ, 20,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരമാണ് രമേഷ് പിഷാരടി താങ്കൾ പറഞ്ഞത്. ഇത് എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരത്തിന് 20,000 രൂപ കിട്ടുന്ന വേറൊരു പരിപാടി ലോകത്ത് കാണത്തില്ല. ലോകത്തില്ല. മുഖത്താ ചിരിയാ, സന്തോഷം. മഴ പെയ്യും. ഇതൊക്കെ എന്ന് പണ്ടേ ഞാൻ പോകാത്ത പരിപാടികളുണ്ട്. ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എല്ലാ ചാനലും രാത്രി 10 മണിക്ക് 2 വരെ മൈക്കുമായിട്ട് ഇങ്ങനെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ മൈക്കുമായിട്ട് നടക്കാൻ വിളിക്കുമായിരുന്നു. ഞാൻ ഇതുവരെ അതിന് പോയിട്ടില്ല. കാരണം അങ്ങനെ നടന്നിട്ടില്ല. ഇല്ല, ആ നടപ്പ് എനിക്ക് മറ്റു പരിപാടികളൊക്കെ ഒരു ബാധിക്കൽ പോലെ ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന് പോയിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ചില ആൾക്കാർ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് കുസൃതി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതിന്റെ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആളാ ഞാൻ. നമ്മളോടാ മഴ പെയ്യുമ്പോ തറവാട് മുറ്റത്ത് കയറി കളിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. 30,000 രൂപയുടെ ചോദ്യം. 30,000. ദേശംകാരെ സൂക്ഷിച്ചോളൂ. 30,000 രൂപയുടെ ചോദ്യം. 10 ലക്ഷം നിങ്ങൾക്കുള്ളതാ. ക്വസ്റ്റ്യൻ പ്ലീസ്. വാഹനവുമായി ബന്ധപ്പെട്ട ഡാൻസ് ഏതാണ്? ബ്രേക്ക് ഡാൻസ്. അതേ ഉള്ളോ? ബ്രേക്ക് ഡാൻസ് പറയാം. വേണമെങ്കിൽ ഇപ്പൊ മേത്ത് മുഴുവൻ LED ബൾബ് വെച്ചിട്ട് ലൈറ്റ് ഡാൻസ് നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ്. കുട്ടേട്ടാ, രമേഷ് പിഷാരടിയോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. താങ്കൾ തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വീട്ടിൽ പാമ്പ് വന്ന സമയത്ത് താങ്കൾ രക്ഷാപ്രവർത്തനവുമായി പോയി എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അയലത്തൊക്കെ പാമ്പ് വരുമ്പോ പുള്ളി AI എന്നും പറഞ്ഞിട്ട് ഞാനും എഴുതിയ ബുക്കും മറ്റേതൊക്കെ മേടിച്ച് വായിച്ചിട്ട് അത് തന്നെ പറയുന്നത്. അതൊന്നുമല്ല, ഞങ്ങള് 4 സുഹൃത്തുക്കളുടെ തൃപ്പൂണിത്തുറ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അത് കുറെ വീട്ടുകാർ, ഒരു ഹൗസിംഗ് കോളനി, കുറെ കുടുംബങ്ങൾ താമസിക്കുന്നിടത്താ. ഞങ്ങൾ 4 ആണുങ്ങൾ ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ആ ഹൗസ് ഓണറോട് അവർക്കൊരു ചെറിയ എതിർപ്പുണ്ടായിരുന്നു. കാരണം ബാച്ചിലേഴ്സിന് ഇതിനിടെ കൊണ്ട് വീട് കൊടുക്കരുതെന്നുള്ളത്. പക്ഷെ ഞങ്ങളെല്ലാം വളരെ മാന്യന്മാരും ഒരു കുഴപ്പക്കാരല്ലാത്തവരും ഒക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവരുമായിട്ട് വലിയ അപകടമില്ലാതെ 4 ബാച്ചിലേഴ്സ് അവിടെ താമസിക്കാൻ തുടങ്ങി ആ നാട്ടില്. മാത്രമല്ല ആ വീട് അങ്ങനെ വേറൊരു ഫാമിലി ഒന്നും വാടകയ്ക്ക് എടുക്കാത്തൊരു വീടാണ്. വേറെ ഫാമിലി കാണാൻ വന്നാൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളത് വൃത്തികേടായി സൂക്ഷിച്ചിരുന്നു. അതിന്റെ നിലത്തെ റെഡ് ഓക്സൈഡ് പൊട്ടിയിട്ട് അതിലൂടെ ചെടി കിളുത്ത് വന്നിട്ട് ഞങ്ങൾ പറിച്ചു കളഞ്ഞിട്ടില്ല. വീടിനകത്ത് ഒരു ചെടി നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി കിടക്കുന്ന വീടാണ്. ആ സമയത്ത് ഒരു 4 വീട് അപ്പുറത്തുള്ള ഒരു വീട്ടിലൊരിക്കെ പാമ്പ് കയറി. പാമ്പ് കുളിമുറി കയറിയിട്ട് കൂഹൂന്നൊരു റൗണ്ട് അടിച്ചിട്ട് നേരെ ഈ വെള്ളം പോണ തൊള്ള വഴി പാമ്പ് ഒറ്റ ഇറങ്ങിപ്പോക്ക് പോയി. പക്ഷെ പാമ്പിന് അബദ്ധം പറ്റി. കാരണം അവിടെ എണ്ണയും സോപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പാമ്പ് കുറെ പോയിട്ട് ഈ ജുബയുടെ കൈ തെറുത്ത് കയറ്റി വെച്ചേക്കുന്ന പോലെ പാമ്പിന്റെ തലയും കുറച്ച് ഉടലും അതിനകത്തൂടെ പുറത്തും വാലകത്തിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക പാമ്പ് പെട്ടുപോയി. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞപ്പം അയലോക്കംകാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പാമ്പുണ്ട്, എന്തെങ്കിലും സഹായിക്കാമെന്ന് ചോദിച്ചു. അവരെ സംബന്ധിച്ച് വല്ലോന്റെ മക്കളാണല്ലോ താമസിക്കുന്നത്, നഷ്ടമില്ല. ഞങ്ങൾക്കാണെങ്കിൽ രക്ഷിക്കാൻ പോയാൽ ആ കോളനിയിൽ ഞങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും പറ്റും. അങ്ങനെ ബിജു എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തുണ്ട്. പുള്ളി അത്യാവശ്യം ധൈര്യവും ചെറിയ പാമ്പെടുത്തൊക്കെ ഉള്ള ആളാ. ഞങ്ങള് പുള്ളിനെ ചെങ്കിരിയായിട്ട് മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങളൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുളിമുറിയിൽ ഇങ്ങനെ പാമ്പ് വാലിട്ടടിക്കുന്നു. പുള്ളി ഒന്ന് അപ്പുറത്ത് നിന്ന് നോക്കി ഇപ്പുറത്ത് വന്നു. ആ പാമ്പിന്റെ വാലെ പിടിക്കുന്നു. എന്തൊക്കെയോ ചില സർക്കസ്, തുണി അലക്കുന്ന കല്ലിനൊരു അടി പരിപാടികൾ കഴിഞ്ഞു പാമ്പ് പിടിച്ചു. ഈ പാമ്പുമായിട്ട് ഈ വീടിന്റെ പുറകിലാണല്ലോ കുളിമുറി. അവിടുന്ന് പുള്ളി ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പം ആ കോളനിയിലുള്ള എല്ലാവരും മൊബൈലും പൊക്കി പിടിച്ച് ഈ ബിജുവിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നോക്കി നിൽക്കേ ബിജു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക. കൂട്ടത്തിൽ പോയതും ഓർഡർ എടുത്തതുമായ ഞങ്ങളൊക്കെ തിരക്കിൽ ഇങ്ങനെ ലയിച്ചു പോകുന്നു. ബിജു പാമ്പിനെയും കൊണ്ട് വരുന്നു. ഫുൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞങ്ങൾക്കൊരു കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. ബിജു കോടി സ്റ്റാറായി. അവരുടെ മിറ്റത്ത് ഇങ്ങനെ ഉണ്ടോ വെള്ളാരങ്കൽ ഇറക്കിയിട്ടുള്ള മിറ്റുവാ. ബിജു ആ പാമ്പിനെ കൊണ്ട് ആ മിറ്റത്തേക്ക് ഇട്ടു. ചെറിയൊരു വാവ സുരേഷ് കളിയൊക്കെ തുടങ്ങി. ക്ലാസ് എടുപ്പൊക്കെ തുടങ്ങി. ഇതാണ് ഒരു പ്രത്യേകതരം പാമ്പാണ് ഇത്. അങ്ങനെയാണ് ഇങ്ങനെ ഇതിന്റെ ചെറിയ ക്ലാസ് എടുക്കുന്നു. ചുറ്റും ആൾക്കാർ ഒന്ന് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ബിജു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ മിറ്റത്തായി നടക്കുന്നത്, മുന്നിലായി പണി നടക്കുന്നത്. പാമ്പ് ഒന്നുകൂടെ ഒന്ന് അനങ്ങി. പാമ്പാണല്ലോ, പെട്ടെന്ന് ആവുമല്ലോ. പാമ്പ് അനങ്ങിയപ്പോ വട്ടത്തിൽ നിന്ന് ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് മാറി. ബിജു വീണ്ടും പാമ്പിനെ എടുത്തു
സർവ്വശക്തി എടുത്ത് കറക്കി അടിച്ചതാണ്. മിറ്റ് താഴെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അഴയിൽ ചുറ്റിയിട്ട് ഈ പാമ്പ് തിരിച്ച് ബിജുവിന്റെ മേത്തിട്ട് വന്ന് അയ്യോ എന്നും പറഞ്ഞിട്ട് ഇവൻ പേടിച്ചങ്ങ് വിറച്ചു പോയി. പാമ്പ് മേത്ത് വന്നപ്പോ അതോടുകൂടി ഇവന്റെ സർവ്വ ഇമേജും പോയി. അയ്യോ ഇത്രേ സന്തോഷം അല്ലേ. അപ്പോഴാണ് കോമള കളയബരെന്ന് ഒരു സ്റ്റാർ പോയ പോക്ക് കളയബരനും കേയും 138K. അപ്പോ ഇത് അടുത്ത K 40,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. പിഷാരടി വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളാണല്ലോ. അതെ അതെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ബെൻസ് കാർ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതേ റോഡിലൂടെ ഒരു മാരുതി കാർ 30 കിലോമീറ്റർ വേഗത്തിൽ വന്ന ബെൻസിനെ ക്രോസ് ചെയ്തു പോയി. ബെൻസ് നിർത്തുകയോ സ്ലോ ആക്കുകയോ ചെയ്തില്ല. രണ്ട് കാറിന്റെയും വേഗം പഴയത് തന്നെയായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? വളരെ ആലോചിച്ച് ഉത്തരം പറയണം. ഒരു ബുദ്ധിവൈഭവം മുഴുവൻ പുറത്തെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ബെൻസ് 6 മണിക്കൂർ 50 കിലോമീറ്റർ. ബുദ്ധിജീവിയാണോ? അല്ല, ഓവർടേക്ക് ചെയ്തല്ലോ പോയെ, ക്രോസ് ചെയ്തല്ലേ പോയെ. ക്രോസ് ചെയ്താ പോയി. ഇങ്ങനെ ആയിരിക്കും പോയത്. ക്രോസ് ചെയ്താ പോയി. ക്രോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പോയത്. രണ്ടുപേരും സ്പീഡൊന്നും കുറയ്ക്കണ്ട, ഇങ്ങനെ പോകാമല്ലോ റോഡിൽ കൂടെ. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ആയിരിക്കും പോയത്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. എന്നാ പ്രശ്നം? തുഷാരടി, ഞാൻ ഉദ്ദേശിച്ച ആളല്ല. യു ആർ കറക്റ്റ്. ഈ ചോദ്യം ഉണ്ടാക്കുന്നതിനെ വെച്ചാൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ കോടികൾ കുറെ കട പൂട്ടുന്നുള്ള മിക്കവാറും ആ ചോദ്യം ഉണ്ടാക്കുവാനെ ഞാൻ വെടിവെച്ച് കൊല്ലും. ഓക്കെ, കിടിലൻ കേസാ അല്ലേ? എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ചാനലിൽ നിന്ന് വല്ലവനും വന്ന് പണി തരുവാണോ എന്നാ സംശയം. ചിലപ്പോ പറയാൻ പറ്റത്തില്ല, ഇവർ അയച്ചതായിരിക്കും. ചെയ്തു കളയും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. പിഷാരടി, 50,000 രൂപീസിലേക്ക് നമ്മൾ കടക്കുന്നു. 300 എപ്പിസോഡ് കുസൃതി ചോദ്യം ചോദിച്ചിട്ട് കിട്ടാത്ത പൈസ കിട്ടാൻ പോകുന്നത്. അതാ പിഷാരടി, ഇത് പിഷാരടിക്ക് വേറെ വരായിരുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത്, എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത്, എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? എനിക്കൊരു ഊഹം ഉണ്ട്, പക്ഷെ ഞാനൊരു ലൈഫ് ലൈൻ എടുക്കാം. റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആദ്യം ആരെയാ വേണ്ടത്? കുട്ടിയേട്ടൻ വേണോ? മിറാഷിനെ വിളിക്കാം. മിറാഷ്, ഡോക്ടർ മിറാഷ്, പ്ലീസ് കം. Hi Mirage. Hi boss. How are you? Fine. Still you are alive? Alive. Oh, thank you. Why should I? Humor is a serious business. Yes. Humor is a serious business. Quote and unquote, Mr. Ramesh Pisharaj. Yes. Humor is a very serious business. എന്റെ ബിസിനസ് ഭയങ്കര ഡള്ളാണ്. എന്റെ ബിസിനസ് ഭയങ്കര ഡള്ളാണ്. ഓക്കെ, അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ? കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത്, എങ്കിലും കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എന്താണ്? ഇതിന്റെ ഉത്തരം അറിയില്ല. ഒരു ഊഹമുണ്ട്. റിസ്ക് എടുക്കണ്ട, നിങ്ങൾക്ക് ഒരു ജോലി വേണ്ട. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വർക്ക് കുറവാണ്. അല്ല, ചോദ്യം ഉണ്ടാക്കി രണ്ടുപേരും റബ്ബർ വഴി ഓടി, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ ഓടണ്ടല്ലോ ഓർത്ത് വിളിച്ച് വരുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സിനിമാ നടി ഷക്കീലയ്ക്ക് വക്കീലായി ജോലി കിട്ടി. സിനിമാ നടി ഷക്കീലയ്ക്ക് വക്കീലായി ജോലി കിട്ടി, പക്ഷെ എല്ലാ കേസുകളും തോറ്റുപോകുന്നു. എന്തുകൊണ്ട്? സിനിമാ നടി ഷക്കീലയ്ക്ക് വക്കീലായിട്ട് ജോലി കിട്ടി, പിന്നെ എല്ലാ കേസുകളും തോറ്റുപോകുന്നു. അറിയില്ല. ഷക്കീല ജഡ്ജിയോട് പറയും, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു, പിന്നെ എങ്ങനെ കേസ് ജയിക്കും? ആവശ്യമുണ്ടെങ്കിൽ ചിരിക്കാം, ആവശ്യമുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്ത് ചിരിക്കാൻ പറ്റാതായാൽ അന്ന് ചിരിക്കാൻ വേണ്ടി മതിലുകളിൽ പറയുന്നല്ലോ. പണ്ട് നമ്മുടെ മിമിക്രിക്കാരുടെ സംഘടന ഇവിടെ ഫ്ലവേഴ്സുമായിട്ട്, റൈറ്റൽ എന്ന് പറഞ്ഞ എഴുത്തുകാരുടെ സംഘടന ഫ്ലവേഴ്സുമായിട്ട് കൂടി ഒരു ഷോ ചെയ്തു. ഫ്ലവേഴ്സ് അന്ന് 10-35 ലക്ഷം രൂപ സംഘടനയ്ക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളന്ന് വന്നിരുന്നു. അന്ന് ഈ മിറാഷിന്റെ ഇതേ ചായ ഉള്ള ഒരാളുണ്ട് മിമിക്രിയിൽ, അഖിൽ കവലിയൂർ എന്നാണ് പേര്. അനിയനും ചേട്ടനാണെന്ന് തോന്നുന്നു. അതെ, അതേ ചായയാണ്. അന്നൊരു പാമ്പാട്ടിയുടെ സ്കിറ്റ് കളിച്ചു. അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ സംഘടനയ്ക്ക് ഇത്ര പൈസ കൊടുക്കണോ എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു യോഗം ഫ്ലവേഴ്സിൽ കൂടി 5 ലക്ഷം കുറയ്ക്കാൻ പറ്റിയ അത്രയും നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഈ കവലിയൂരിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ, അന്ന് മുതൽ എന്റെ ഫോണില്
കവലിയൂർ പാമ്പാട്ടി എന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ നിങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. എന്ത് ഓർമ്മശക്തി മറ്റൊരു സമയത്ത് ഇത് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനിതിപ്പോ പറഞ്ഞത്. അദ്ദേഹം വലിയൊരു കലാകാരനാണ്, എനിക്കറിയാത്ത. എത്ര കേ കിട്ടും പുള്ളിക്ക്? പുള്ളിക്ക് മിക്കവാറും ഇവിടെ നടക്കുമ്പോൾ വേഷമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, സ്വയം കരയുന്നുണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും സമാധാനം കിട്ടും. സിമ്പിൾ അല്ലേ? ഇതൊരു പ്രോഡക്റ്റ് ആണ്, ഒരു ഉൽപ്പന്നമാണ്, പല കളറുകളിൽ ലഭ്യമാണ്. ഇതൊരു പ്രോഡക്റ്റ് ആണ്, പല കളറുകളിൽ ലഭ്യമാണ്. ഞാനപ്പോ ഉദ്ദേശിച്ചതല്ല കേട്ടോ. ഞാൻ ആദ്യം ഫയർ എഞ്ചിൻ ആണെന്ന് വിചാരിച്ചു. കരഞ്ഞുകൊണ്ട് വരും, പക്ഷെ കാണുമ്പോ നമുക്കൊരു സമാധാനമാണ്, അത് വന്നല്ലോ. ഇത് സിമ്പിൾ ആണ്, കാണുന്നവർക്ക് ശാന്തിയും സമാധാനവും. ഞാൻ വിചാരിച്ചു നല്ല കേക്കുമായിട്ട് ബന്ധമുണ്ട്. യെസ് യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്ത് പറ്റി ബ്രോ? ഒരു ക്ലൂ കൊടുത്താ. ഒരു ഡോക്ടറായി ഞാൻ നിന്ന് ഉരുവേണ്. ഇത് തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കും. തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കും. ആ പാമ്പാട്ടിയുടെ സ്കിറ്റിന്റെ കൂടെ എന്തായാലും മെഴുകുതിരി കറക്റ്റ് ആൻസർ. പലൂര് പള്ളിയിൽ ഞാൻ പോയി 2 തിരി കത്തിക്കും. കരഞ്ഞു ഞാൻ ഉരുകുന്ന പോലെ ആയിരുന്നു എന്റെ മനസ്സിൽ. കരയുക എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു ശബ്ദം വന്നു. ആ ഒരു ശബ്ദം വരുന്ന എന്തോ എക്യുപ്മെന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഫയർ എഞ്ചിൻ എന്നൊക്കെ ഞാൻ ആലോചിച്ചത്. മെഴുകുതിരി ഉരുവുമ്പോഴുള്ള കണ്ണീരാണ് കരച്ചതെന്ന് ഉദ്ദേശിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു കൈ ഡോക്ടർ മിറാഷ്. ഡോക്ടർ മിറാഷ്. അതുപോലെ മറ്റേ കവലിയൂരുണ്ടല്ലോ, യുവർ ബ്രദർ, അദ്ദേഹത്തോടെ നമ്മുടെ അന്വേഷണം പറയും. തീർച്ചയായിട്ടും അദ്ദേഹം ഭയ തിരക്കിലാണ്. പിന്നെ അദ്ദേഹം ഒരു നല്ല നിലയിൽ എത്തിയെന്ന് പറയും. അദ്ദേഹം ഒരു നല്ല നിലയിൽ മെഡിക്കൽ കോളേജിൽ അത് നോക്കി കണ്ടു നിന്ന ഫ്ലവേഴ്സ് അയാളുടെ കയ്യിലിരിക്കും. ആ കവലിയൂറിന്റെ അയാള് പലയിടത്തും പല സ്ഥാനത്തും ശബ്ദമായിട്ടും വേഷത്തിലും. ഞാൻ പറഞ്ഞത് മറ്റേ ചാനലുകാർ വിട്ടതാണോ? മറ്റേ ചാനലുകാരുടെ പൈസ 2 ഇടത്തുണ്ട്. നീ ഏത് വർഷമാണെന്ന് അവരോടൊന്ന് ചോദിക്കണം കേട്ടോ. പിള്ളേരൊക്കെ ബിസ്ക്കറ്റ് മേടിക്കാൻ സമ്മതിക്കരുത്. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഉറപ്പായിട്ടും വിളിക്കും. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നശിപ്പിക്കാനാണെന്ന്. ഞാൻ വിചാരിച്ചു പറയുന്നു കേട്ടോ. ഇല്ല, ഞാൻ പറയാഞ്ഞതാ. ഞാനതൊക്കെ വെറുതെ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടാക്കണ്ടല്ലോ. ഓടിക്കോ. ഡോക്ടർ മിറാഷ്, ഒരു കാര്യം കൂടി, നീ മേലിൽ ഈ ഫ്ലോറിൽ വക്കീലായ കഥയായിട്ട് വരരുത്. വക്കീലായ റെഡി? താങ്ക് യു. എന്തായാലും ഡോക്ടർ മിറാഷ് ഗ്രേറ്റ് മാൻ ആണ്. ഇവിടെ അല്ല ജനിച്ചത്, വിദേശത്താ. ജനിക്കണ്ടായിരുന്നു, വേണ്ടായിരുന്നു എന്നുള്ളതല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം രമേശ്, 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 60,000. ക്വസ്റ്റ്യൻ പ്ലീസ്. രമേഷ് പിഷാരടി, ഏറ്റവും കൂടുതൽ കഥകളുള്ള കെട്ടിടത്തിന്റെ പേരെന്താവും? ഏറ്റവും കൂടുതൽ കഥകളുള്ള കെട്ടിടത്തിന്റെ പേര്. ഓൾറെഡി ഉള്ള കെട്ടിടമാണോ, ഇനി ഇട്ടാൽ നമ്മളൊരു പേരിടേണ്ടതാണോ? ഒരു കെട്ടിടം ഉണ്ട്, ഉള്ള കെട്ടിടമോ, ദേശത്തല്ല. നമ്മൾ ഈ പിന്നൊളിപ്പിച്ചു വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന കളിയിൽ ചൂടുണ്ട് തണുപ്പ് എന്ന് പറയുന്ന പോലെ സാർ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ചൂടാണല്ലോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ലൈഫ് ലൈൻ എടുക്കാം. കുട്ടേട്ടനാണെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പെർട്ടാ. കുട്ടേട്ടാ പറയൂ. കുട്ടേട്ടാ, 1-2 ക്ലൂകൾ ഞാൻ പറഞ്ഞു തരാം. പറയൂ. രമേഷ് പിഷാരടിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. സ്കൂൾ കാലഘട്ടത്തിൽ ധാരാളം രമേഷ് പിഷാരടി ഈ കെട്ടിടത്തിൽ പോയിട്ടുണ്ടാകും, ഇവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ കഥകളുള്ള കെട്ടിടത്തിന്റെ പേര് എന്നൊക്കെ പറയുന്നതിനകത്ത് വേണമെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് എടുത്താൽ ഇപ്പൊ ലൈബ്രറിയില് ബുക്കിൽ കഥകളുണ്ടാവും. അപ്പൊ ലൈബ്രറി വിചാരിച്ചു, സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലൈബ്രറി തന്നെ. പിന്നെ അല്ല, ഞാൻ നെഞ്ചത്തടിക്കട്ടെ. ഞാൻ മറ്റേ സ്റ്റോറി ബിൽഡിംഗ് പോയി അല്ലേ? 60,000 രൂപ കൈ കിട്ടി. യു ആർ കറക്റ്റ്. 60,000 rupees. ലൈബ്രറി ആണ് ഉത്തരം. ശരി ഉത്തരം ലൈബ്രറി ആണ്. ഇനി 70 കാശ് 10 ലക്ഷം വേണോ? വെറുതെ പ്രാർത്ഥിക്ക്. വേണോ? പൈസ വേണോ? 70,000 രൂപ. രമേഷ് പിഷാരടി ജീവിതത്തിൽ 10 ലക്ഷം ആകും കൊടുത്തിട്ടില്ല. 1 കോടി മനസ്സറിഞ്ഞ് തരാന്ന് പറഞ്ഞിരിക്കുക. 1 കോടി ആർക്കെങ്കിലും ഈ പരിപാടി കിട്ടിയിട്ടുണ്ടോ? 6 കോടി കൊടുത്തു കഴിഞ്ഞില്ലേ രമേഷ് പിഷാരടി? ആണോ? അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർ രമേശ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബുദ്ധി ഉദിച്ചേ. എന്റെ കട പൂട്ടാൻ അവന്മാർക്ക് കമ്മീഷൻ ഉണ്ടെന്നാ. ചിലപ്പോ അറിയാൻ പറ്റില്ല, തലവഴി മുണ്ടിട്ട് വന്നതായിരിക്കും. പറയൂ കുട്ടേട്ടാ. രമേഷ് പിഷാരടി, താങ്കളോട് ഓരോ കാര്യങ്ങളും കുട്ടേട്ടൻ ചോദിക്കുമ്പോൾ താങ്കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചുമ്മാ പറ്റിക്കലാണ് എന്ന് പറയുന്നു. എന്താണ് കുട്ടേട്ടനെ താങ്കൾ ഇങ്ങനെ നിന്ന് കളിയാക്കുന്നത്? അതുകൊണ്ട് തന്നെ താങ്കളുടെ ഒരു സ്വഭാവത്തിന്റെ സവിശേഷത കുട്ടേട്ടൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സാർ? താങ്കൾക്ക് പേടി തോന്നിക്കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും താങ്കൾ ചീത്ത വിളിക്കും. അങ്ങനെ ഒരു സ്വഭാവം താങ്കൾക്കുണ്ട്. അങ്ങനെയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ അതുകൊണ്ട് വല്ല ആപത്തിലും പോയി പെട്ടോ? ആപത്ത് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു
പിള്ളേരുടെ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗായകൻ വേണുഗോപാലേട്ടനും ഞാനും പിള്ളേരും ഒക്കെ കൂടെ ഒരു ഓണത്തിന് കിഡ്സ് വിത്ത് സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡിന് കുറച്ചു കാലം മുമ്പാ പോയി. ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഈ കറങ്ങണ സാധനത്തിൽ കയറണ പേടിയാണ്, എന്നെ കയറ്റരുതെന്ന്. കുഞ്ഞു പിള്ളേരെ 2 കൊട്ടയിൽ കയറ്റി എന്നെ ഇരുത്തിയിട്ട് ഇത് കറക്കാൻ തുടങ്ങി. പേടിച്ചിട്ട് രക്ഷ. ഞാൻ നിർത്തും എന്നൊക്കെ കുറെ പറഞ്ഞിട്ട് ഒരു നിർത്തിയില്ല. പിന്നെ ഞാൻ നിർത്തടാം, എനിക്ക് മനസ്സിലായി. അത് അവര് ക്യാമറയൊക്കെ കട്ട് ചെയ്ത് അത് നിർത്തി ഇറക്കിയിട്ട് ഞങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ തെരുവറിയുന്ന കോമഡിക്ക് പറഞ്ഞാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും പറയുന്നത് അങ്ങനെ ഒരു രമേശിന് ഇങ്ങനെ കറങ്ങുന്ന സാധനത്തിലൊക്കെ പെട്ടാല് ഈ മോളിൽ പോയിട്ട് ഊർന്നു വരിക, വലിയ കൊട്ട കയറി കറങ്ങുക, തലകീഴായിട്ട് ഈ കറങ്ങണ റോളർ കോസ്റ്റർ കയറുക എനിക്ക് പേടിയാ, ഞാൻ ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് 70,000 രൂപ ചോദ്യം. 70,000 ക്വസ്റ്റ്യൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ രാത്രി 11:59 മുഴുവൻ ചൈനക്കാരുള്ള ഒരു ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം തകർന്നു വീണാൽ പരിക്കേറ്റവരെ എവിടെ സംസ്കരിക്കും? ഇന്ത്യ പാക് അതിർത്തിയിൽ രാത്രി 11:59 മുഴുവൻ ചൈനക്കാരുള്ള ഒരു ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം തകർന്നു വീണാൽ പരിക്കേറ്റവരെ എവിടെ സംസ്കരിക്കും? ബുദ്ധിപരമായിട്ട് ആലോചിക്കണം, ജോഗ്രഫിക്കലി ആലോചിക്കണം. ചൈനക്കാര് ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം തകർന്നു വീണാൽ ഈ പരിക്കേറ്റവരെ എവിടെ സംസ്കരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. പരിക്കേറ്റവരെ നമ്മൾ സംസ്കരിക്കണ്ടല്ലോ, ചികിത്സിച്ചാ പോലെ. സാധനമുണ്ട്. ഫിഷറടി ഞാനിങ്ങനെ അല്ല, ഇത്രയും ബുദ്ധി വൈഭവം ഉണ്ടെന്ന് ഇന്നായിരിക്കും ആദ്യമായിട്ട് ആളുകൾ അറിയുന്നത്. കാര്യം ഇതുവരെ വിചാരിക്കും രമേശ് പിഷാരടി തമാശക്കാരൻ, മ്യൂക്കറി പറയുന്ന ആള്, സിനിമാ സംവിധായകൻ അല്ലേ, നാടൻ, ഇങ്ങനെയൊക്കെയാ. പക്ഷെ ഇത്രയും ബുദ്ധി രാക്ഷസൻ സാർ. ഞാൻ രാവണന്റെ തലയാ സാർ. ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ചേ, നമ്മൾ രണ്ടുപേരുടെ നിലവാരം ഒരുപാട് താഴെ പോയോന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ചോദ്യങ്ങളെ പിള്ളേര് ചോദ്യങ്ങളാ, കുസൃതി ചോദ്യങ്ങളാ. അത് എനിക്ക് തോന്നുന്നു പിഷാരടി സാർ പക്ഷെ ഇതുവരെ കുസൃതി ചോദ്യം ചോദിക്കുന്ന ഒരു പരിപാടി ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ ഞാൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ, കുസൃതി ചോദ്യങ്ങൾക്ക് ഈ ലെവലിൽ സമ്മാനമുള്ള മറ്റൊരു പരിപാടിയില്ല. കോസ്റ്റ്ലി ആയിട്ടില്ല. അതിന്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. കാശ് കിട്ടുന്നുണ്ടല്ലേ? അല്ല, ആ കോമ്പിനേഷൻ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, അല്ല ഇത് സാധാരണക്കാരുടെ പരിപാടിയായിട്ട് മാറട്ടെ. അതെ, ഈ കുസൃതികളുടെ പരിപാടിയാകും. അതെ, കുസൃതി ചോദ്യത്തിനൊക്കെ എപ്പോഴും അപ്പൊ തന്നെ എന്തെങ്കിലും സമ്മാനം കൊടുക്കുക, ഇതൊക്കെ അല്ലാതെ ഒരു കുസൃതി വ്യവസ്ഥാപിതമായിട്ട് ഇത്ര ലക്ഷം, അത് 10,000 20,000 ഇങ്ങനെ കിട്ടിയിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 80,000 രൂപയുടെ ചോദ്യം. 80,000 ക്വസ്റ്റ്യൻ. ഇതൊരു ഇംഗ്ലീഷ് വാക്കാണ്. ആദ്യ 2 അക്ഷരം പുരുഷനെ സൂചിപ്പിക്കുന്നു, ആദ്യ 3 അക്ഷരം ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നു, ആദ്യ 4 അക്ഷരം ഒരു നായകനെ സൂചിപ്പിക്കുന്നു, പിന്നെയും 3 അക്ഷരം ചേർന്നാൽ അത് നായികയാവും. എന്താണ് ഈ ഇംഗ്ലീഷ് വാക്ക്? ആദ്യ 2 അക്ഷരം പുരുഷനെ സൂചിപ്പിക്കുന്നു, HE ഹി. ആദ്യ 3 അക്ഷരം HER ഹെർ. കിട്ടിയോ? ആദ്യ 4 അക്ഷരം ഒരു നായകനെ സൂചിപ്പിക്കുന്നു, HER ഓ ഹീറോ. പിന്നെ 3 അക്ഷരം ചേർന്നാൽ അത് നാരിയായി, HEROIN ഹീറോയിൻ. ഇത് ഞാൻ കേട്ടിട്ടില്ലാത്ത നിലവാരമല്ല, ഞാൻ കേട്ടിട്ടില്ലാത്ത. അതാണ് ഇംഗ്ലീഷ് വാക്ക്. 80,000 രൂപ. ഓക്കെ, വലിയ നഷ്ടമില്ല. പോയല്ലോ. ഓക്കെ, റെഡി. ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യം. 1,100,000 റുപ്പീസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം ഇതാണ്. 0.3യും 0.3യും കൂട്ടിയാൽ 1 ആകുന്നത് എവിടെ? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. 0.3യും 0.3യും കൂട്ടിയാൽ 1 ആകുന്നത് എവിടെ? 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 0.3യും 0.3യും കൂട്ടിയാൽ 1 ആകുന്നത് ഇവിടെയാണ്. എന്തെങ്കിലും എന്റെ ലൈഫ് ലൈനുകൾ ബാക്കി കിടപ്പുണ്ടോ? ഉണ്ടല്ലോ. PSC രാജു is there. PSC രാജുവിനെ വിളിക്കാം. Please connect me to PSC രാജു. ഹലോ, PSC രാജു. ഹലോ, നമസ്കാരം. നമസ്കാരം. ജീവനോട് ഉണ്ടെന്നുള്ളത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. മനോഹരമായ ശബ്ദം കേട്ടല്ലോ. രാജു. ഹലോ സാർ. പറയൂ. ഞാനൊരു ചോദ്യം പെട്ട് നിൽക്കുകയാണ്. 0.3യും 0.3യും കൂട്ടിയാൽ 1 ആകുന്നത് എവിടെ എന്നാണ് ചോദ്യം.
വളരെ സിമ്പിൾ ആണ് എന്റെ ഉത്തരം. അയ്യേ സാർ, നിങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാ, എനിക്ക് അത്ര ഇല്ല. എന്നെ സഹായിക്കും സാർ. പക്ഷെ എനിക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തരാൻ പറ്റൂല, കാരണം പൈസ എനിക്കല്ലല്ലോ കിട്ടുന്നത്. ഇത് കുറച്ച് എന്തെങ്കിലുമൊക്കെ തരാം. ഓക്കെ, അങ്ങനെ ഒരു ഡീലിൽ വരികയാണെങ്കിൽ ഞാൻ കുറച്ച് സഹായിക്കാം. ആ, ഇതിന്റെ ഉത്തരം സ്പോർട്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയാണ് സ്പോർട്സ്. ഒരു ക്ലൂ കൂടെ വേണം. ഈ സ്പോർട്സ് ഒറ്റയ്ക്കോ ഇരട്ടയ്ക്കോ കളിക്കാൻ പറ്റില്ല. അതും പാടാവും അല്ലേ പിഷാരടി? അപ്പോ ഒരു ക്ലൂ കൂടെ തരാം. ഈ കളിയിൽ ഒരു ടീമിൽ 11 അംഗങ്ങളുണ്ടാവും. അങ്ങനെ പിന്നെ ഉത്തരം പറഞ്ഞാൽ മതി. അല്ല, അത് മനസ്സിലായി. പക്ഷെ എനിക്ക് ഉത്തരം അത് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നാകുന്നത് എവിടെ? ഞാൻ വെറുതെ പറയട്ടെ, ഒരു ഗസ് ചെയ്ത് പറയാം. ക്രിക്കറ്റ്. ക്രിക്കറ്റ് എങ്ങനെയാണ് ക്രിക്കറ്റിൽ? ഉത്തരം ശരിയാണ്. 6 ബോളാണല്ലോ ഒരു ഓവർ. അതെ. അപ്പൊ 3 കൂട്ടിയാല് ഒരു ഓവർ ആവും. ഓക്കെ. ബ്രില്യന്റ്. യു ആർ ബ്രില്യന്റ്. പക്ഷേ ഇതേ രമേഷ്, നിങ്ങളുടെ ഇമേജ് മാറിക്കൊണ്ടിരിക്കുക. അല്ല, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യം. ഒന്നാകുമല്ലോ, ഒരു ഓവർ ആവുമല്ലേ? സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞപ്പോ അവർക്ക് ദേഷ്യം വന്നു. ശരിക്കും 6 ആവുക ചെയ്യുന്നേ. 6 ബോളും കൂടെ ഒരു ഓവർ. ഓക്കെ, താങ്ക് യു PSC രാജു. താങ്ക് യു സർ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. 1 ലക്ഷം രൂപ. യു ഗോട്ട് 1 lakh rupees. ഇനി 2 ലക്ഷത്തിലേക്ക് 2 ലക്ഷം രൂപയിലേക്ക് അടക്കം കൈയടിച്ചോളൂ. അപ്പോ ഇനി നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. ഇനി വെച്ചടി. ഓക്കെ, മോണിറ്റർ ക്വസ്റ്റ്യൻ പ്ലീസ്. അക്കുവിനും മക്കുവിനും പരീക്ഷ കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡ് കിട്ടി. കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ കൂട്ടത്തിൽ അവർക്ക് 50ഉം 51ഉം റാങ്കാണ്. മണ്ടന്മാരുടെ കൂട്ടത്തിലും അവർക്ക് 51ഉം 50ഉം റാങ്കാണ്. അങ്ങനെയെങ്കിൽ ക്ലാസ്സിലാകെ എത്ര കുട്ടികളാണ്? അക്കുവിനും മക്കുവിനും പരീക്ഷ കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡ് കിട്ടി. അതൊക്കെ കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ കൂട്ടത്തിൽ അവർക്ക് 50ഉം 51ഉം റാങ്കാണ്. മണ്ടന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് 50ഉം 51 റാങ്കാണ്. ദേശത്തുകാർക്ക് വല്ല മനസ്സിലായോ? കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 നിന്ന് ഇങ്ങോട്ട് എണ്ണും, കുറഞ്ഞ മാർക്ക് കിട്ടിയവരുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണും. അങ്ങനെയാണെങ്കിൽ 100 പിള്ളേരുണ്ടാവണം. അപ്പൊ 50ഉം 51ഉം മേടിച്ചവനെ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 50, 51, ഇവിടുന്ന് എടുത്താലും 50, 51, 100 ആണ്. 100. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. 100 പിള്ളേര്. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. കൺഫേം. അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ 50, 51 2 വശത്തുനിന്ന് ഒരാൾക്ക് കിട്ടിയ വന്ന് അടുക്കാൻ നിൽക്കുന്ന 50, 100 പിള്ളേര്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 100 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. ഇനിയിപ്പോ നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. രമേഷ് പിഷാരിയുടെ കടയിൽ നിന്നൊരു കള്ളൻ 100 രൂപ മോഷ്ടിച്ചു. അയാൾ അതേ 100 രൂപ നോട്ട് ഉപയോഗിച്ച് അതേ കടയിൽ നിന്നും 70 രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങുകയും പിഷാരടി 30 രൂപ അയാൾക്ക് തിരികെ നൽകുകയും ചെയ്യും. അപ്പോ ചോദ്യം ഇതാണ്, അപ്പൊ പിഷാരടിക്ക് എത്ര രൂപ നഷ്ടമുണ്ടായി? 100 രൂപ. 100 രൂപയാണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ബുദ്ധി ഒന്നുകൂടെ ഉപയോഗിക്കണോ? അല്ല, ഈ കള്ളം മേടിച്ച 100 രൂപ കൊണ്ടുപോയല്ലോ. ആ പോയ 100 അല്ലേ എനിക്ക് നഷ്ടമുള്ളൂ. ബാക്കി എന്റെ സാധാരണ വേറെ അക്കൗണ്ടിൽ വരുന്ന പൈസ അല്ലേ. 7 കേക്ക് മേടിച്ചു. നിങ്ങൾ കട തുടങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. യു ആർ കറക്റ്റ്. നിങ്ങളൊരു 10 കേക്ക് കടയും കൂടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങണം. സൂപ്പർ ആയിരിക്കും കേട്ടോ. അഥവാ മിമിക്രി ഇല്ലെങ്കിലും നിങ്ങൾ കോടീശ്വരനായി തുടരും. എന്റെ കടയിൽ നിന്ന് വന്ന് 100 രൂപ എടുത്തവൻ ആരായാലും ആ ഡോക്ടറൊക്കെ എനിക്ക് സംശയമുണ്ട്. അവനൊക്കെ ഇത് ചെയ്യുള്ളൂ. നമുക്കിനി 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 5 lakhs. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് ഇനി കിടക്കുന്ന രമേഷ് പിഷാരടി. ഇനി തെറ്റിക്കരുത്. തെറ്റിയാലുള്ള കുഴപ്പം നേരത്തെ കിട്ടിയതിന്റെ പകുതി പൈസ കൊണ്ട്, അല്ല 10% കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. അവരുടെ 10 ലക്ഷം. അപ്പോ ഇനി എല്ലാം അവരുടെ ഭാഗ്യം പോലെ നിങ്ങളുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. ദേശക്കാരുടെ ദേശം ഇങ്ങനെയാണെങ്കിൽ പോയി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി 5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ് രമേഷ്, ആരുടെ രചനയാണ് ഓർമ്മക്കിളിവാതിൽ? കിളി ഇഷ്ടമാണല്ലോ. അതെ, ഇതൊരു കുസൃതി ചോദ്യമാണോ സീരിയസ് ആണോ? സീരിയസ് ചോദ്യം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്ങനെ കയറി വരും അല്ലേ? അല്ലേ. പിഷാരയുടെ വീട് കിളിക്കൂടല്ലേ? അതെ. ഓർമ്മക്കിളിവാതിൽ. ക്ലൂ ഒന്നും കിട്ടാനില്ല. ക്ലൂ ഇല്ല. ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷങ്ങളായി കഴിഞ്ഞാലേ പിന്നെ എന്റെ കഴുത്തിന് പിടിച്ചിരിക്കുക പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ ക്ലൂ പറഞ്ഞ് കാച്ചു കൊടുക്കരുത് എന്നാണ്. 3 ലൈഫ് ലൈനും പോയി. ഇനി രമേഷിനെ ഒറ്റയ്ക്ക് പോരാടാം. ഇപ്പൊ സ്റ്റേജിലൊക്കെ ഒറ്റയ്ക്ക് തകർക്കില്ലേ?
ആലോചന നിമഗ്നനായി എന്ന് മനസ്സിലായി. താടി തടവി തുടങ്ങി. അല്ല, കവിതയാണോ ചെറുകഥയാണോ നോവലാണോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. അല്ലെ, എനിക്ക് അറിയാവുന്നതാണ്, ഇത്ര ആലോചിക്കേണ്ട അപ്പൊ തന്നെ കിട്ടിയേനെ. അറിയാത്തതാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് രമേശ് പിൻവാങ്ങുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്? 1.5 ലക്ഷം രൂപ കിട്ടുമല്ലോ. മറ്റേതാണെങ്കിൽ 30,000 രൂപയല്ലേ കിട്ടൂ. നിങ്ങളൊരു കണക്കനാണല്ലോ. എന്നാ പിൻവാങ്ങാം. ഓക്കെ. അപ്പോ രമേശ് പിഷാരടി എന്തോ തലച്ചോർ ശക്തി കൊണ്ട് ഈ വേദിയിൽ അടരാടിയ ഈ സിംഹം മടയിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പൊ നിങ്ങളുടെ 10 ലക്ഷം പോയി കേട്ടോ. അപ്പോ ഓർമ്മ കിളിവാതിൽ. ഇനിയിപ്പോ അതിന്റെ ശരിയായ ഉത്തരം കൂടെ വേണമല്ലോ. ഇദ്ദേഹം രമേശിന് വളരെ അടുത്തറിയാവുന്ന ആളാണ്. കാരുണ്യവാനാണ്, ഒരുപാട് പേരെ സഹായിക്കും. കൊച്ചൗസ് ചിറ്റിലപ്പള്ളി അറിയാവുന്ന ആളാണ്. അറിയാവുന്ന ആളാണ്. ഞാൻ ഈ സാഹിത്യകാരന്മാരെഴുത്ത് പ്രദേശത്ത് സുമാർ അഴീക്കോട് ഒരുപാട് പേരാണ്. പക്ഷെ ഞാൻ ഈ ചിറ്റിലപ്പള്ളി സാറിനെ പറ്റി ഞാൻ ചിന്തിച്ചേ. നമ്മളെ കിളി പറഞ്ഞു പോയി. ഓക്കെ, എന്തായാലും ഈ അറിവ് സൂക്ഷിച്ചു വെക്കൂ, എവിടെയെങ്കിലും ഉപയോഗപ്പെടും. ഉറപ്പായിട്ടും. ചിറ്റിലപ്പള്ളി സാറിന് ഒരു താങ്ക്സ് പറഞ്ഞു. താങ്ക്സും പറയാം, ഒരു കോപ്പി മേടിച്ച് വായിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും. ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. വേണ്ട, ഞാൻ മേടിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ബുക്കുകൾ പണം മേടിക്കത്തില്ല. ഇല്ലല്ലേ? ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള സമ്മാനം ഗോൾഡ് കോയിനാണ്. നിങ്ങൾക്കറിയാം, സ്വർണ്ണ കോയിൻ നൽകുന്നത് നക്ഷത്ര ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറേഴ്സ് എറണാകുളമാണ്. അപ്പോൾ 4 പ്രേക്ഷകർക്ക് 4 സ്വർണ്ണ കോയിൻ നൽകും. അപ്പോൾ അവരെ ഞാൻ ഇനി വേദിയിലേക്ക് വിളിക്കുന്നു. ടോണി ബേബി എറണാകുളം, ഹായ്. താങ്ക് യു ടോണി ബേബി, താങ്ക് യു. കാണാം. ഇനി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ജയകുമാർ വേദിയിലേക്ക് വരൂ. അരുൺ ജയകുമാർ, താങ്ക് യു. ഓക്കെ അരുൺ, താങ്ക് യു. ഇനി അഭിഷേക് CS തൃശൂർ, നക്ഷത്ര ഹോൾസെയിൽസ് ആൻഡ് മാനുഫാക്ചറേഴ്സ് എറണാകുളം നൽകുന്ന സ്വർണ്ണ കോയിനാണ്. ഓക്കെ, താങ്ക് യു. ഇനി പാലക്കാട് നിന്ന് അനൂട്ടി വേദിയിലേക്ക് സ്വർണ്ണ കോയിൻ ഏറ്റുവാങ്ങാൻ വരൂ. അനൂട്ടി, ഓക്കെ അനു, താങ്ക് യു. താങ്ക് യു ഓൾ ദ വിന്നേഴ്സ്. ഓക്കെ രമേശ് പിഷാരടി, അപ്പൊ നമുക്ക് പിരിയാൻ സമയമാകുന്നു. 1.5 ലക്ഷം രൂപ ഇപ്പോൾ തരും. ചെക്ക് ഒപ്പൊക്കെ പഴയത് തന്നെ കേട്ടോ. പണ്ടിട്ട് ഒപ്പിലൊരു ചെക്ക് ഉണ്ടല്ലോ, കുറേ ഉണ്ട്. അത് മടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. ഒന്നുകൂടെ ഒന്ന് കൈയടിക്കും നിങ്ങൾ. 10 ലക്ഷം പോയതല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. സന്ധിക്കും വരെ വണക്കം. ബൈ സാർ, ബൈ. ഇതാ പറ്റും. രമേശ് പിഷാരടിയുടെ മത്സരവും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.